ഡൽഹിയിലെ BJP വിജയം, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം, ആം ആദ്മി പാർട്ടിയുടെ പരാജയം, കേജ്രിവാളിന്റെ പരാജയം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തോറ്റത് ആം ആദ്മി പാർട്ടിയോ അരവിന്ദ് കേജ്രിവാളോ അല്ല, തോറ്റത് കോൺഗ്രസ് ആണ്. എങ്ങനെ കോൺഗ്രസ് അവിടെ തോറ്റു എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കും. ഹരിയാന അസംബ്ലി ഇലക്ഷൻ കൊണ്ട് ഒരു പാഠവും പഠിച്ചില്ല. അന്നെങ്കിലും കോൺഗ്രസ് പഠിക്കുമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഡൽഹിയിൽ ഇത് സംഭവിക്കുന്നില്ല. ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് മത്സരിച്ചിരുന്നെങ്കിൽ ചിത്രം വേറൊന്നാകുമായിരുന്നു. അതിന് തയ്യാറാകാതിരുന്നത് ആരാണ്? എന്താണ് ഹരിയാനയിൽ സംഭവിച്ചത്? അസംബ്ലി ഇലക്ഷൻ. പഞ്ചാബിൽ സംഭവിച്ചത് എന്താണ്? അപ്പോ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ പരാജയം ആ പാർട്ടിയുടെ പരാജയമല്ല, കോൺഗ്രസിന്റെ പരാജയമാണ്. 4 വർഷം കഴിഞ്ഞ് അടുത്ത ലോക്സഭാ ഇലക്ഷൻ വരുമ്പോഴും കോൺഗ്രസിന്, രാഹുൽ ഗാന്ധിക്ക്, പ്രിയങ്ക ഗാന്ധിക്ക് ഡൽഹിയിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, കേന്ദ്ര ഭരണത്തിൽ വരാൻ സാധിക്കില്ല എന്ന സൂചനയാണ് ഇപ്പോഴത്തെ ഡൽഹി തിരഞ്ഞെടുപ്പ് ഫലം, അസംബ്ലി തിരഞ്ഞെടുപ്പ് ഫലം. കോൺഗ്രസ് ഒരു പാഠവും പഠിക്കില്ല. ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്, ഒരു കോൺസെപ്റ്റ്, അതിനെ നയിക്കേണ്ട പാർട്ടിയാണ് ഈ മാതിരി പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി എങ്ങനെ കൂടെ ഉള്ളവർ, സഖ്യകക്ഷികൾ കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കും? അതുകൊണ്ട് 4 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കാണാം ഇന്ത്യയുടെ ഭാവി എന്താണ്, ഇന്ത്യയുടെ രാഷ്ട്രീയം എന്താണ്. അത് കുംഭമേളയുടെയും വർഗീയതയുടെയും ഒക്കെ രാഷ്ട്രീയമായിട്ട് അത് പൊയ്ക്കൊണ്ടേയിരിക്കും. കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ചരിത്രം നമ്മൾ റൈറ്റിംഗ് ദ വാൾ, ചുവരെഴുത്ത് നമ്മൾ കണ്ടു പഠിച്ചാൽ, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടാൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ കോൺഗ്രസ് ഒരു പാഠവും പഠിക്കില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പാർട്ടി ദ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഡൽഹിയിലെ ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ. എക്സിറ്റ് പോളുകൾ കൃത്യമായിട്ട് പറഞ്ഞു BJP ജയിക്കും. അതേപോലെ സംഭവിച്ചു. എക്സിറ്റ് പോളുകൾ മുമ്പ് തെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷെ ഡൽഹിയിലെ കാര്യത്തിൽ എക്സിറ്റ് പോളുകൾ വളരെ കൃത്യമായിട്ട് പ്രവചിച്ചു ആരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. പിന്നെ ഇതിനകത്ത് ആദ്മി പാർട്ടിക്ക് എതിരെ വന്ന മദ്യനയ കേസ് ഉൾപ്പെടെയുള്ളത് എത്രയോ പൊളിറ്റിക്കൽ ഗെയിം BJP വിദഗ്ധമായിട്ട്, കേന്ദ്ര ഭരണം കയ്യിലുള്ള മോദി സർക്കാർ വിദഗ്ധമായിട്ട് കളിച്ചു നടപ്പാക്കി എന്നുള്ളത് ആലോചിക്കും. എന്തുകൊണ്ട് ഡൽഹിയിലെ ജനങ്ങള് ആം ആദ്മി പാർട്ടിയെ തള്ളിപ്പറഞ്ഞു? 2 തവണ ജയിപ്പിച്ചു വിട്ടു. 14 കൊല്ലത്തോളം അധികാരത്തിലിരുന്നു ആം ആദ്മി പാർട്ടി. അപ്പോ ഒരു അഴിമതി കേസ് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ജനങ്ങൾക്കിടയിൽ കുപ്രചരണം നടത്തിയിട്ട് ഒരു പാർട്ടിയെ എങ്ങനെ ഇല്ലാണ്ടാക്കുമെന്ന് കൃത്യമായിട്ട് തെളിയിച്ചു കൊടുത്തു BJP. കോൺഗ്രസ് കോംപ്രമൈസ് ചെയ്തല്ലോ. നാഷണൽ ഹെറാൾഡ് കേസിൽ, റോബർട്ട് വദ്ര കേസിൽ, പ്രിയങ്ക വദ്രയുടെ ഭർത്താവ് റോബർട്ട് വദ്രയുടെ കേസിൽ എങ്ങനെ കേസ് ഒതുക്കി, എങ്ങനെ ED കേസ് ചെയ്യുന്നത്, എങ്ങനെ ഗാന്ധി കുടുംബം, ഗാന്ധി അല്ല ഗന്ധി കുടുംബം എന്നാ പറയാ, ഗന്ധി, രാഹുൽ ഗാന്ധി അല്ല, രാഹുൽ ഗന്ധി, ഹലോ പ്രിയങ്ക ഗന്ധി, അല്ലാതെ ഗാന്ധി കുടുംബമായിട്ട് എന്ത് ബന്ധം? ഫിറോസ് ഗന്ധി, അങ്ങനെ വന്ന പേരാണല്ലോ ഗന്ധി കുടുംബം. അത് ഗാന്ധി കുടുംബമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് ഈ പറയുന്ന ഗന്ധി കുടുംബം, അല്ലെ ഗഡ്ഡി എന്നാ ശരിക്കും, ഗഡ്ഡി കുടുംബം എങ്ങനെ കേന്ദ്ര സർക്കാരുമായിട്ട് കോംപ്രമൈസ് ചെയ്തു, അറസ്റ്റ് ചെയ്തു, എങ്ങനെ ഒഴിവായി ED കേസിൽ, നാഷണൽ ഹെറാൾഡ് സ്വത്ത് കേസിൽ എങ്ങനെ ജയിലിൽ പോവാതെ പുറത്തു നിന്നു? പക്ഷേ കേജ്രിവാൾ ഉൾപ്പെടെ പോയി ജയിലിൽ കിടന്നല്ലോ. അപ്പോ ഇവിടെ ഒത്തുതീർപ്പെടുത്തിയ ആരാണ്? കോൺഗ്രസ്. അതിന്റെ ഫലം കോൺഗ്രസ് അനുഭവിക്കും. അടുത്ത 5 കൊല്ലം കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞാലും കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്ന് ഒരു പ്രതീക്ഷയിന് വേണ്ട. അത് സംഘികൾ തന്നെ ഈ രാജ്യം ഭരിക്കും.
എന്ന് മനസ്സിലാക്കിയാൽ മതി. വിശ്വസിക്കാവുന്ന ഒരു സഖ്യമുണ്ടാക്കാനോ ഇന്ത്യ സഖ്യം പോലൊരു സഖ്യമുണ്ടാക്കി മുന്നോട്ട് പോകാനോ കോൺഗ്രസിന് ഇനി സാധിക്കില്ല. കോൺഗ്രസിനെ ഇനി ഒരു സഖ്യകക്ഷികളും വിശ്വസിക്കത്തില്ല, ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ. ഇതാണ് ഈ ഡൽഹി തിരഞ്ഞെടുപ്പിന്റെ ഫലം വ്യക്തമാക്കുക.